പരാന്ന പ്രത്യയശാസ്ത്രമാണെന്നും പാർട്ടി മാറിയാൽ ആളുകളുടെ പ്രത്യയശാസ്ത്രം മനസ്സിൽ നിന്ന് മാറില്ല എന്നുള്ള താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. RSS പാർട്ടി മാറിയാലും RSS അല്ല, അത് പറഞ്ഞാൽ മതിയെന്നേ ഞാൻ പറയുന്നത്. ഇപ്പം മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഏതാ സുഹൃത്ത് മലയാളം ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത്, ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത്, RSSന് വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു. ഇനി കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. ഇനി ഞാനത് പറയില്ല. രാഹുലിനെതിരായി പറഞ്ഞത്, മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം ജനങ്ങളെ, മലയാളികളെ എന്ന് പറഞ്ഞ് വോട്ടിന് ചോദിക്കണം. അതിന് വോട്ടിന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഞാൻ സാധാരണ നിലയിൽ ഇപ്പം മുരളീധരൻ്റെ വാക്കുകളാണ് കൊട്ടേഷനായിട്ട് എടുക്കുക. അദ്ദേഹം പറഞ്ഞ് മേപ്പറമ്പിൽ വന്നിട്ട് പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് അനുഭവമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോന്നോരോന്ന് പറഞ്ഞു അതിമനോഹരമായിട്ട്. എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തത് അതുപോലെ പറഞ്ഞു. ഇതുപോലെ ഹൃദയത്തിന് കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ ലീഗുകാരും പറഞ്ഞു ഉടനെ പോയിട്ട് കാല് പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള അടി ഒഴുകി പോകുന്നു. അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നെ വിളിച്ചു. ഇത് നല്ല ഇവർ വിചാരിക്കുന്നത് കലത്തുനിന്ന് പോയാൽ കഞ്ഞിക്കലത്തിലേക്ക് ഉണ്ടാവുന്നതാണ്. കലത്തിലും ഉണ്ടാവില്ല, കഞ്ഞിക്കലത്തിലും ഉണ്ടാവില്ല എന്നാണ് ആ കോൺഗ്രസിൻ്റെ നേതാവ് എന്നോട് പറഞ്ഞത്. RSSകാർക്ക് ആവേശം ഉണ്ടാവും. ഇയാളുടെ കൂടെയുള്ള RSSകാർക്ക് അല്ലല്ല ആവേശം ഇയാൾ പോയതുകൊണ്ട് തന്നെ ആവേശം ഉണ്ടാവും. വേറെ ആവശ്യമില്ല. അതുണ്ടാവും. അത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSൻ്റെ ഒരു സഹായമാണല്ലോ കിട്ടുന്നത്. RSSുമായിട്ടുള്ള UDFൻ്റെ ഒരു പാലമാണിത്. അത് പൊട്ടിച്ചിട്ടില്ല അദ്ദേഹം. ഞാൻ ഉറപ്പിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം RSSനെതിരായിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് RSSുമായിട്ടുള്ള ബന്ധമാണ്. അത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പൊക്കിക്കൊടി ബന്ധം എന്ന് പറയുന്നത് അമ്മയുമായിട്ടുള്ളതാണ്. അതൊരിക്കലും പൊട്ടിക്കാൻ കഴിയില്ല. അപ്പൊ അതാ മുരളി പറഞ്ഞത്, സ്നേഹത്തിന്റെ കടയിൽ ഒറ്റപ്പാല ഇലക്ഷൻ വരുന്നത് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പോകുന്നാ പറഞ്ഞത്. ഒറ്റപ്പാല ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ സ്നേഹത്തിന്റെ കടയിൽ ഇങ്ങനെ ചായക്കട അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ചായക്കടയും ഉണ്ടാവില്ല, കാപ്പിപ്പൊടിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഗ്ലാസും ഉണ്ടാവില്ല, പിഞ്ഞാണും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിലപാട് വ്യക്തമാക്ക്. ഏത് നിലപാട്? പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്ക്. അതിനുശേഷം ഞങ്ങൾ പറയാമെന്നല്ല പറഞ്ഞത്. മറ്റേതിപ്പോൾ നിങ്ങൾ വന്നിട്ട് പറയുന്നത് എൻ്റെ വീട്ടിലൊരു മരണം ഉണ്ടായി, പാലം വന്നില്ലല്ലോ, പാലം തെറ്റായി പോയി എന്നല്ലേ പറയുക. ആ സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്. അതെനിയും പറയൂ. എല്ലാവരും മാന്യന്മാരല്ലേ? മാന്യം എന്ന് പറഞ്ഞാൽ അവർകളെന്ന് പറയില്ല നമ്മൾ. മന്ത്രിയോട് ഒരു സ്നേഹവും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഒരു സ്റ്റേജ് കിട്ടിയാൽ അവറുകൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നല്ലേ പറയുക? എന്തെങ്കിലും സ്നേഹത്തോട് കൂടിയിട്ടാണോ പറയുന്നത്? ഒന്നുമല്ല. ഏത് അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമത, അതായത് അമ്മ മരിച്ച് എൻ്റെ വീട്ടിൽ മാർക്സിസ്റ്റുകാർ വന്നു, ഒരു BJPൻ്റെ നേതാവ് സ്ഥാനാർത്ഥി വന്നില്ല എന്ന് പറയുന്ന ആ കരച്ചിൽ കേട്ടിട്ട് ഞാൻ പറഞ്ഞു അതൊരു തെറ്റായിപ്പോയി, പോകേണ്ടതായിരുന്നു. അയാൾ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയല്ല. അത് നിങ്ങളും പറയുന്നേ. ഞാൻ പരിഹസിച്ചല്ലോ. ഞാൻ അയാൾ സ്വീകരിച്ച ഇപ്പോഴുള്ള നയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ വരെ ഞാൻ സ്വീകരിച്ചത് തെറ്റായി പോയിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ്, ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക്. അത് പറയട്ടെ. അത് വിളിക്കുക. എന്താണെന്നറിയോ? RSSൻ്റെ ക്യാമ്പിൻ്റെ കാവൽ നിന്ന ഒരാളാണ് വലത്തുള്ളത്. വലത്ത് ഇടത്തുള്ള ആൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MS ഗോൾവാൾക്കറെ ചിത്രത്തെ പ്രാർത്ഥിക്കുന്ന ഒരാളാണുള്ളത്. അതിൻ്റെ ഇടയിൽ നിൽക്കേണ്ട ഏറ്റവും നല്ല അനുയോജ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഏതാണ്ടൊരു RSSൻ്റെ ക്യാമ്പായി ഇപ്പോൾ KPCC. ഇതുപോലെ RSSൻ്റെ നിയന്ത്രണത്തിൽ KPCC വന്ന ഒരു കാലഘട്ടവും ഇല്ല. അതിൻ്റെ കൂടെ നമ്മൾ SDPI കാണും.
എന്താ വോട്ട് പിടുത്തങ്ങൾ പറഞ്ഞോ? മാർസിസ്റ്റുകാർ തന്നെയാണ് ജയിക്കേണ്ടത്, പക്ഷെ 3-ാം സ്ഥാനമല്ലേ. അപ്പം ഇത് കേൾക്കുന്ന പാവപ്പെട്ട ഈ മതേതര വിശ്വാസിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക? ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. അത് പൊളിച്ചു. ആര്? മുരളിയും പൊളിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ചെന്നിത്തലയും പൊളിച്ചു. ചാണ്ടിയുമ്മനും പൊളിച്ചു. കറക്റ്റ്, ചാണ്ടിയുമ്മനും പൊളിച്ചു. ഡയറക്റ്റ് ഫൈറ്റാണ്. ആ ഡയറക്റ്റ് ഫൈറ്റിൽ നിന്ന് മാറി ഇടതുപക്ഷം ജയിച്ചു പോകും എന്ന ആശങ്ക വന്ന സമയത്താണ് മറുകണ്ഠം ചാടുന്നത് പ്രതിപക്ഷ നേതാവ്. അതിൻ്റെ ഉൽപ്പന്നമാണ് സന്ദീപ് വാര്യർ ഇപ്പോഴും RSSൽ നിന്നുകൊണ്ട് UDFന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പോലെ ക്ലിയർ ആയില്ല.